അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. തമ്പനയിൽ കണ്ട പോലെ നല്ലൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണിത്. അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ കല്യാണം കഴിഞ്ഞ വിവരം നിങ്ങളിൽ പലരും അറിഞ്ഞിട്ടുണ്ടാവും. അൽഹംദുലില്ലാ കല്യാണം വളരെ റാഹത്തായിട്ട് കഴിഞ്ഞു. എന്നാലും അതിലുള്ള കുറച്ച് വിഷയങ്ങൾ നിങ്ങളോട് കൂടി സംസാരിക്കണമെന്ന് തോന്നി. അതായത് നിക്കാഹിൻ്റെ സമയത്ത് ഞാൻ നിക്കാഹ് അത്രയും എനിക്ക് പടച്ചവൻ്റെ സഹായത്തോടെ ധാരാളം കോണ്ടാക്ട്സുകൾ, സ്നേഹബന്ധങ്ങൾ റബ്ബ് തന്നിട്ടുണ്ട് അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടൊരു വലിയൊരു നിക്കാഹ് നടത്താൻ എന്നെക്കൊണ്ട് സാധ്യമല്ലായിരുന്നു. നമ്മളെപ്പോഴും നമ്മുടെ കൊക്കിലൊതുങ്ങിയതേ കൊത്താവൂ, അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്നതേ നമ്മൾ ചെയ്യാവൂ എന്നുള്ളതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഉള്ള കോണ്ടാക്ട്സുകളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വളരെ കുറഞ്ഞ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള അത്രയും സ്നേഹബന്ധത്തിൽ നിന്ന് വളരെ ചുരുങ്ങിയ ആളുകളെ വെച്ചിട്ടാണ് ഞാൻ നിക്കാഹ് നടത്തിയിരുന്നത്. എന്നാലും വിട്ടുപോയ പലരും ഉണ്ടാവുമല്ലോ, അവരെ കല്യാണത്തിലേക്ക് ക്ഷണിക്കാമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. നാട്ടുകാരായ എൻ്റെ കൂടെ പഠിച്ച ക്ലാസ്മേറ്റുകളായ പലരെയും ഞാൻ എൻ്റെ നിക്കാഹ് കുറച്ച് ദൂരത്തായ നാട്ടിലല്ലായിരുന്നതുകൊണ്ട് ഞാൻ പലരെയും അങ്ങോട്ട് ക്ഷണിക്കാതെ കല്യാണത്തിലേക്ക് ക്ഷണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കല്യാണമായി. കല്യാണത്തിൻ്റെ സമയമായപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, എൻ്റെ ഭാര്യയുടെ ഉപ്പ മരണപ്പെട്ടിട്ട് വളരെ കുറച്ചേ ആയിട്ടുള്ളൂ. അപ്പോൾ ഒരു കല്യാണം എന്നുള്ളത് അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ പോസിബിളല്ല. എന്നാൽ എൻ്റെ പെങ്ങളുടെ കല്യാണം ഇതിൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ പെങ്ങളുടെ കല്യാണം നടക്കുന്നതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു ഫംഗ്ഷൻ വേഗം നടത്തുകയാണ് ചെയ്തത്. എന്നിട്ട് ഭാര്യ വീട്ടുകാരെ ഇങ്ങോട്ട് ക്ഷണിക്കുകയും അങ്ങനെയൊക്കെയാണ് കല്യാണം നടന്നിരുന്നത്. പലരുടെയും പലരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ വിളിച്ചില്ല, എപ്പോഴും ഇവിടെ വരുന്ന ആളാണ്, വിട്ടുപോയി. സംഭവം വിട്ടുപോയതല്ല, എനിക്ക് ഓർമ്മയുണ്ട് ആരൊക്കെയാണെന്ന്. പക്ഷേ എല്ലാവരെയും അങ്ങനെ കുറച്ചൊരു ആർഭാടമായി അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ അല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത് ഞാൻ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിലേക്ക് വരാം. ഞാൻ പലപ്പോഴും ഇങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ പലപ്പോഴും നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഭാര്യയെ കൂട്ടിയിട്ടുണ്ട്. ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ ട്രെയിനിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വന്ദേ ഭാരത് ട്രെയിൻ ഇങ്ങനെ സ്പീഡിൽ കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ സ്റ്റേഷനിൽ നിന്ന് ഒരു 20 മിനിറ്റ് കൊണ്ട് ഈ ട്രെയിന് കോഴിക്കോട് എത്തും, അത്രയും ഫാസ്റ്റാണ്, അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവളെ മനസ്സിൽ അങ്ങനെയാണല്ലേ, എങ്ങനെയൊക്കെ ചിന്തിച്ചു. അപ്പം ഞാൻ അപ്പോഴേ ഇങ്ങനെ മനസ്സിൽ കരുതി, എന്തായാലും ഒരു ദിവസം അവളെയും കൂട്ടിയിട്ട് ചെറിയൊരു യാത്ര വന്ദേ ഭാരതിൽ പോകണം എന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ വളരെയേറെ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഒരു ഷൊർണൂരിലുള്ള ഒരു സുഹൃത്തുണ്ട്, ഹർഷാദ് എന്നാണ് പേര്. അവരെ ഞാൻ കണ്ടുമുട്ടുന്നത് തന്നെ വളരെ യാദൃശ്ചികമായിട്ടാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഞാൻ അസർ നിസ്കാരം ആകുമെന്ന് ഒന്ന് ബേജാറുകൊണ്ട് ഞാനിങ്ങനെ ഓടുക. അപ്പോൾ ഓടുന്ന സമയത്ത് 5 മിനിറ്റേ ബാക്കിയുള്ളൂ മഗ്‌രിബ് ബാങ്ക് കൊടുക്കാൻ. അപ്പോൾ വേഗം ഓടുന്ന സമയത്ത് ഒരാൾ നസിഫ്ക്കാന്ന് എന്നെ വിളിക്കുകയും എന്നെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്ന പോലെ ആക്കുകയും ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, 1 മിനിറ്റ് ഇല്ല, ഞാൻ നിസ്കരിച്ചിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞു. നിസ്കരിച്ച് വന്നപ്പോഴത്തേക്ക് എന്നെ പ്രോഗ്രാമിന് കൊണ്ടുപോകുന്ന ആളുകൾ വന്ന് പോവുകയും അവരെ കാണാൻ പറ്റാതെയായി. ഭയങ്കര സങ്കടമായി. അങ്ങനെ കാര്യമായ ഒരാൾ ഇങ്ങനെ പരിചയപ്പെടാൻ വേണ്ടി നിർത്തിയിട്ട് നിൽക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന്. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴും ഈ അർഷാദ് അവർ ഉണ്ടായിന് റെയിൽവേ സ്റ്റേഷനിൽ. അപ്പോൾ ഞാൻ അവരോട് സംസാരിക്കുകയും അങ്ങനെ ഉള്ള ഒരു ഷൊർണൂർക്കാരനായ ഒരാളെ യാദൃശ്ചികമായിട്ട് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ കാണുകയും പരിചയപ്പെടുകയും ചെയ്ത് ഇന്ന് ഞാൻ ഷൊർണൂർ വഴി എപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണെങ്കിലും എന്താവശ്യങ്ങൾക്കും പെട്ടെന്ന് ഞാൻ വിളിക്കുക അത് ഒരേ ഒരാളാണ്, അത് ഇവരാണ്, അർഷാദ് എന്ന് പറയുന്ന ആൾ. അവരുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നിയറാണ് അവരുടെ വീട്. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് അവളെയും കൂട്ടിയിട്ട് ചെല്ലണം എന്ന് ഒരുപാടായി പറയുന്നു. അവരുടെ കല്യാണം ഈ അടുത്താണ് കഴിഞ്ഞത്, ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെയും കൂട്ടിയിട്ട് സർപ്രൈസായിട്ട് അവളറിയില്ല വന്ദേ ഭാരത് ബുക്ക് ചെയ്തതെന്നോ. അപ്പം അവളെയും കൂട്ടിയിട്ട് ചെറിയൊരു യാത്ര പോകാൻ ആഗ്രഹിക്കുകയാണ്. ആ യാത്രയുടെ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമുക്ക് ഏതായാലും യാത്രക്ക് പോയി നോക്കാം. That train is this train. തുറക്കൂ
കോഴിക്കോട് സ്റ്റേഷനിൽ നിന്ന് കയറിയ എല്ലാ യാത്രക്കാരെയും ഇന്ത്യൻ റെയിൽവേ സ്വാഗതം ചെയ്യുന്നു. ഫൈനലി ഞങ്ങൾ ഇവിടെ ഷൊർണൂരെത്തി അങ്ങ് എപ്പോഴും കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും ട്രെയിൻ വെറുതെ ഒരാവശ്യമില്ലാണ്ട്. ഇഷ്ടംപോലെ ട്രെയിനുകളുണ്ടെന്നോ. ഇനി നമുക്ക് നമ്മളെ പറഞ്ഞ ഹർഷാദ് ഖാനെ കണ്ടുവെക്കാം. ഓരോടെ പുറത്ത് കാത്തിക്കുന്നുണ്ടാവും. ഷൊർണൂർ, ദിസ് ഈസ് നമ്മളെ ബർഗർ കാക്ക. അപ്പോൾ ഇതാണ് നമ്മളെ ബർഗർ കാക്ക. ഇതാ ഇവരെ വീട്ടിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്റെ പാട്ടൊക്കെ ഇട്ടിട്ട് എന്നെ തന്നെ കേൾപ്പിക്കുകയാണല്ലോ. വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ട് കേട്ടോ. സെറ്റപ്പ് വരെയാ, സ്വാദങ്ങൾ കാണണ്ട. ഷൈനൊന്നും അല്ലാ, ഭയങ്കര സൽക്കാരം കേട്ടോ ഇവിടെ. തങ്ങളോട് ഷൈനോടൊക്കെ പറയണം. എന്താ ആതിഫ് അസ്ലമോ എന്താ പേര്? ആതിഫ്. എന്താ നമ്മളെ തൊപ്പിതാ, നമ്മൾ ഇവിടെ ഇമ്പോർട്ട് ചെയ്ത തൊപ്പിയാ. നിങ്ങൾ വേറെ കളർ ഉണ്ടാ? വേറെ എന്ത് വിശേഷം? ഇവിടെ വന്നത് മുതൽ ഫുഡോട് ഫുഡാ. ഇതാ അപ്പോൾ എൻ്റെ കൂടെയുള്ള ആള്, അതായത് ഓള് മധുരം കഴിക്കില്ല, പിന്നെന്താണ് തണുപ്പ് കൂട്ടൂല, ചായ കുടിക്കില്ല, അങ്ങനെ കുറേ എന്താ പറയുക നിബന്ധനകളൊക്കെ ഉള്ള ഒരു ടീമാണ്. ഇവർ എന്തൊക്കെ കൊണ്ടു കൊടുത്തിട്ടു തിന്നാൻ പറ്റാത്തൊരവസ്ഥ. അതിനോണ്ട് എനിക്ക് എല്ലാം തിന്നാൻ പറ്റും കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് അങ്ങനെ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ ഇനി പോകുമ്പോൾ അതായത് നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വിളിക്കുന്ന ആളുകളുണ്ടാവും. അവരുടെ അടുത്ത് പോകുമ്പോൾ അവർ കാര്യമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് അല്ലാ ഇവർക്ക് ഇതൊന്നും പറ്റൂലല്ലോ എന്നുള്ളൊരു സിറ്റുവേഷൻ അവർക്ക് ഭയങ്കര ഒരു പ്രയാസകരമായ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുണ്ടാകണ്ടെന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. മഗ്രിബിൻ്റെ സമയമായി, നമ്മൾ നിസ്കരിക്കാൻ പോയി. നമ്മളെ അർഷാദ് ഖാൻ്റെ കുറച്ച് കസിൻസൊക്കെ വരാണ്ട്, ഓരെയും കൂട്ടി നമ്മൾ പരിപാടി സ്ഥലത്തേക്ക് പോകും. ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ പരിപാടിക്ക് വേണ്ടി ഇറങ്ങിയതാണ്. കുറേ കാലത്തിന് ശേഷം ജീപ്പിൽ പരിപാടിക്ക് പോകണം കേട്ടോ. അല്ല നമ്മളെ പഴയ അല്ലേ, ഇതിന് വരുന്ന താറ് പഴയ മോഡലാണ് അല്ലേ? അൻഫാസ് ഹരി ഹായ് പറ. കുറേ ദിവസം മുന്നേ, മാസങ്ങൾക്ക് മുന്നേ ഏൽപ്പിച്ച പരിപാടിയാണ് ഇന്നത്തെ പരിപാടി. അതായത് ഒരു കല്യാണമൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ മദീൻ്റെ മജ്ലിസ് പ്രോഗ്രാം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പരിപാടി വെക്കുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഉസ്താദോ അവരാരോ ആണ്, എനിക്കറിയില്ല. ഒറ്റപ്പാലത്താണ്, നമ്മളിപ്പോൾ ഷൊർണൂരുള്ളത്. ഷൊർണൂർ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഏതായാലും അവിടെ എത്തിയിട്ട് വേറെ വിശേഷങ്ങൾ കൂടി കാണാം. കല്യാണ പരിപാടിക്ക് വന്ന ആദ്യ ഭക്ഷണം കഴിക്കുന്ന ഹർഷയൊക്കെ പറയുന്നത് വ്ളോഗ് പൊടിയൊക്കെ വെട്ടിച്ചേക്കണല്ലേ. സഫാന്റെ കല്യാണം ആലോചിക്കുന്നുണ്ട്.
സഫാന്റെ സോക്സ് വീഡിയോ എടുക്കാൻ റോസാറാ. എന്റെ പേരെന്താ? പേര് പറയാ. അരെ ബുഹാരിയാ? ആ. പരിപാടി കഴിഞ്ഞു. പിയാപ്പിളിനോട് യാത്ര വഴിയാണ്. കയ്യൊന്ന് തരുമോ? താങ്ക് യു. ഷുക്കൂർ ഫാൻ ഉസ്താദുണ്ട്, മുബഷീർ ഉസ്താദുണ്ട്. പാട്ടുപാടിയായി പുതിയ സാധനോ? ഇവരെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടോ? അത് കമന്റ് ബോക്സിൽ പറഞ്ഞാട്ടെ. റൂട്ട് അറിയില്ല, ബാക്കിലുള്ള വണ്ടിക്കാർ അൽഹംദുലില്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞങ്ങളെ കൂടെ നിങ്ങൾ നേരത്തെ കണ്ട എല്ലാവരും കുറേ ആളുകളുണ്ടായിനി. എല്ലാവരും റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ ജീപ്പിൽ ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് ഞങ്ങൾ തിരിച്ച് ഷൊർണൂരിലേക്ക് തന്നെ പോവാണ്. പരിപാടി കഴിഞ്ഞ് നമ്മളിത് അവരുടെ നാട്ടിലൊരു അടിപൊളി സ്ഥലം. ഈ സ്ഥലത്തിന്റെ പേര് പറയും. അൻഫാസാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അടിപൊളി നൈസ് സ്ഥലം കേട്ടോ അത്. ഞങ്ങൾക്കൊന്നും വേണ്ട, എവിടെ അടിപൊളിയാണ്. ഇനി കേട്ടുന്നത് ഗൈസ് ട്രെയിൻ പോകുന്നത് കാണുന്നുണ്ടോ? ഇത്രയും കാലമായിട്ട് ഇന്നെ ഇവിടെ കൊണ്ടുവന്നില്ല. ട്രെയിൻ പോകുന്നത് കാണുന്നുണ്ടോ? നിങ്ങളത് കാണുന്നുണ്ടോ? നട്ടപ്പായിരൊക്കെ ഞങ്ങൾക്ക് ബർഗർ വാങ്ങിത്തരാൻ വന്നതാട്ടോ. ഇവര് ബർഗർ വിട്ടൊരു കളിയില്ല ഇവര്. ബസ് ബർഗർ കാക്ക. നമ്മളെ സ്വന്തം കാസർഗോഡുകാര്, ഫുൾ കാസർഗോഡ് മംഗലാപുരത്ത് ആൾക്കാരാ. ഷൊർണൂരില് വേറെ നാട്ടില് നമ്മളെ ടീംസ് എല്ലാരും ആ ട്രെയിനിലുണ്ട് കേട്ടോ. ഗൈസ് ഇത് അടിപൊളി സ്ഥലം കേട്ടോ. വേറെ മൂഡ് വന്ന മുതലായി. ആ വ്ളോഗിങ് മൈക്ക് എടുത്തില്ലടോ. ഷൊർണൂര് ഭാഗത്തുള്ളവരൊക്കെ ഈ പാർക്കിലേക്ക് വരിട്ടാ. വേറെ ലെവൽ. എന്ത് രസമാണ് ഇവിടെ. പക്ഷെ ഇവിടെ 12 മണി വരെ ഉള്ളു. ഇപ്പോഴല്ല. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. മാഷാ അല്ലാ. നമ്മള് നല്ല സൗഹൃദത്തോടൊപ്പം നല്ല നീയത്തോടെ നമ്മൾ എന്തൊരു യാത്രക്ക് ഇറങ്ങിയാലും അത് പടച്ചോനെ നമുക്ക് എന്തെങ്കിലും നല്ല നല്ല വഴികളൊക്കെ തുറന്ന് തന്ന് പടച്ചോൻ തന്നെ അത് മനോഹരമാക്കി തരും എന്നുള്ളതിനുള്ള ഒരു വലിയ ഉദാഹരണമാണ്. എനിക്ക് ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. കാരണം നമ്മൾ പരിപാടിയെല്ലാം റാഹത്തോടെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ നമ്മൾ പിന്നെ ഫാമിലിയെയും കൂട്ടിയിട്ട് ഇങ്ങനെ ഇവിടെ ആരുമില്ല, കൂടുതൽ ആരുമില്ല. ലാസ്റ്റ് ക്ലോസിങ് ടൈമാണ്. എങ്ങനെയോ ഇവിടെ എത്തിപ്പെട്ടു. മാഷാ അല്ലാ. ഇവിടെ ഭയങ്കര നല്ലൊരു ആംബിയൻസ് കാര്യങ്ങളെല്ലാം കിട്ടി. രാവിലെ സുബഹിക്ക് നമ്മൾ തിരിച്ചു മടങ്ങും. കുറഞ്ഞ സമയം കൊണ്ട് അള്ളാഹു നമുക്ക് തന്ന വലിയ സന്തോഷത്തിൻ്റെ നേരങ്ങൾ. അള്ളാഹു നമ്മുടെ സ്നേഹബന്ധവും ഇതെല്ലാം സ്വീകരിക്കട്ടെ. പിന്നെ ഞാൻ പൊതുവെ എൻ്റെ ഫാമിലിയിലുള്ള പിന്നെ സൽക്കാരങ്ങൾ കാര്യങ്ങൾക്ക് പോലും കൂടുതൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അധിക ദിവസങ്ങളിലും പരിപാടികളും കാര്യം ഉണ്ടാകുന്നുള്ളതാണ്. ഈ പരിപാടികൾ തരുന്ന മധുഹിൻ്റെ പ്രോഗ്രാമുകൾ നമുക്ക് തരുന്ന ഒരു സന്തോഷവും സമാധാനവും എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് മറ്റെവിടെയും കിട്ടാത്ത ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പരിപാടികളിലായിട്ട് സമയം ചെലവഴിക്കുന്നത്. പരിപാടികൾക്ക് വരുമ്പോൾ ഇപ്പം നമ്മൾ വന്ന അർഷാദ് ഖാനെ പോലെ ഇവർ വീഡിയോ എടുക്കുന്ന ഇവരെ പോലെയുള്ള ആളുകൾ നമുക്ക് തരുന്ന ഇങ്ങനെയുള്ള നല്ല നേരങ്ങൾ, നമ്മുടെ പരിപാടികൾ കഴിഞ്ഞിട്ട് പോലും അവർ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തിയിട്ട് നൽകുന്ന ഇങ്ങനെയുള്ള നേരങ്ങൾ അത് മതി. അൽഹംദുലില്ലാ.
അപ്പോൾ നിങ്ങളും ഈ വാച്ച് ചെയ്യുന്ന പലരും നമ്മൾ അത്രയും ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് എനിക്കറിയാം. എല്ലാവരോടും ഒരുപാട് സ്നേഹങ്ങൾ. ഞങ്ങളെ ഈ യാത്രയും ഈ സന്തോഷവും ഒക്കെ ഇനിയും നല്ല രീതിയിൽ തുടരണം. മരണം വരെ മദ്ഹിൻ്റെ ഒരു പാതയിലായി നീങ്ങണം എന്ന ആഗ്രഹമുണ്ട്. നിങ്ങളെല്ലാവരും ദ്വാരക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.